IPL 2026 എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചു. അതിൽ ഏറ്റവും വലിയ രസകരമായ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രാജസ്ഥാൻ റോയൽസിന്റെ ബേബി ബോസ് വൈഭവ് സൂര്യവംശി എന്ന പ്ലെയറുടെ വമ്പൻ കളിയാണ്. 29 പന്തുകളിൽ നിന്ന് 97 റൺസ്, 12 സിക്സ്, എണ്ണം പറഞ്ഞ സിക്സും 8 ഫോറും, 5 4. എന്തായാലും ആ ഒരു ഇന്നിങ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ എന്താണ് പറയേണ്ടത്, വളരെ ലോകോത്തര ബൗളറായ പാറ്റ് കുമ്മിൻസിനെ വരെ അടിച്ച് പരത്തുക എന്ന് പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു മയവും ഇല്ലാതെ വരുന്ന ബോളേഴ്സിനെ എല്ലാം വൃത്തിക്ക് അടിച്ച് നിരത്തുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. സത്യം പറഞ്ഞാൽ രാജസ്ഥാൻ റോയൽസ് വൈഭവ് സൂര്യൻ വംശി എന്ന ഒരു പ്ലെയർ ഇല്ല, ഈ ലെവലിലൊന്നും എത്തത്തില്ല. കാരണം വൈഭവ് സൂര്യൻ വംശി എന്ന ഒരു പ്ലെയർ ഔട്ടായതിനു ശേഷം പിന്നെ ജയ്സ്വാൾ, യശസ്വി ജയ്സ്വാളിന്റെ ഭാഗത്തു നിന്ന് തീപ്പൊരി പ്രകടനങ്ങളൊന്നും വന്നില്ലെങ്കിലും വരുന്നുണ്ട്. എന്നാലും സൂര്യവംശിയുടെ ആ ഒരു ബാറ്റിങ്, അതായത് ആ ഒരു സമയത്ത് ഓപ്പണിങ്ങിന് ഇറങ്ങുന്ന ജയ്സ്വാള് നോക്കി നിൽക്കത്തേ ഉള്ളൂ വൈഭവ് സൂര്യവംശി എന്താണ് ചെയ്യുന്നതെന്ന്. ആ ഒരു വിക്കറ്റ് പോയതിനു ശേഷം വരുന്ന ധ്രുവ് ജൂറൽ പിന്നീട് ബാറ്റ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. 50 റൺസാണ് അദ്ദേഹം നേടിയത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, രാജസ്ഥാനിന്റെ ഒരു ലൈനപ്പും കാര്യങ്ങളും എല്ലാം തുടക്കത്തിലെ ഒരു 3-4 വിക്കറ്റുകൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് രാജസ്ഥാൻ റോയൽസ്. കാരണം ഈ സ്കോർ പ്രെഡിക്റ്റ് ചെയ്തിരുന്നത് ഒരു 300-310 റൺസ് വരെ എത്തുമെന്നുള്ളതായിരുന്നു. പക്ഷേ എന്തോ വൈഭവ് സൂര്യവംശി, ധ്രുവ് ജൂറൽ എന്നിവരുടെ വിക്കറ്റ് പോയതിനു ശേഷം പിന്നീട് റിയാൻ പരാഗിന്റെ വക ഒരു ചെറിയ പടക്കക്കട പൊട്ടീരും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം റൺസ് അടിച്ച് കയറി വന്നപ്പോൾ വീണുപോയി. പിന്നീട് വന്ന ഡൊണോവാൻ ഫെറേര, അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ, ഇവർക്കൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ ഒരു സമയത്ത് തന്നെ വൈഭവ് സൂര്യവംശി നല്ലതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിക്കുന്ന അടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണം പറഞ്ഞ സിക്സുകളാണ്, ഒന്നും പറയാനില്ല. അതാണ് എന്തായാലും എലിമിനേറ്ററിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഞാൻ ചെന്നൈയുടെ ഒരു ആരാധകനായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല, ഉള്ള കാര്യം പറഞ്ഞല്ലോ. ചെന്നൈ ആരാധകനായ എനിക്ക് സന്തോഷം വന്നത്, ചെന്നൈ തോറ്റപ്പോൾ വിസിലടിച്ച് ചെന്നൈയുടെ വീട്ടിൽ പോകാൻ പറഞ്ഞ ഇഷാൻ കിഷൻ വാലും ചുരുട്ടി വീട്ടിൽ പോകുന്ന ഒരു കാഴ്ച കാണേണ്ടി വന്നു. കാരണം അത് എനിക്ക് സന്തോഷമായി പേഴ്സണലി, ഉള്ള കാര്യം പറയാലോ. പിന്നെ ഈ കളിയെക്കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് സൺറൈസേഴ്സിന്റെ ഭാഗത്ത് പാറ്റ് കുമ്മിൻസ്, പ്രബുൽ ഹിംഗെ, അതുപോലെ തന്നെ ഹുസൈൻ, ഇവരൊക്കെ നല്ല കിടുക്കൻ പ്ലേയേഴ്സ് ഒക്കെയാണ്, നല്ല കിടിലൻ ബോളേഴ്സ് ഒക്കെയാണ്. പക്ഷെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പിന്നെ ഇഷാൻ മലിംഗ, ശ്രീലങ്കയുടെ പേസർ, പുള്ളിയൊക്കെ കിടിലനായിട്ട് വിക്കറ്റ് വീഴ്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ ആര് വന്നാലും ശരി ഞാൻ അടിച്ചിട്ടേ പോകുള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു സൂര്യവംശി. എന്തായാലും തകർപ്പൻ പ്രകടനമായിരുന്നു. ആ ഒരു പ്രകടനത്തിന്റെ പിൻബലത്തിൽ 243 റൺസാണ് നേടിയത്. അവസാന നിമിഷം അനാവശ്യമായ വിക്കറ്റുകൾ പോയില്ലായിരുന്നെങ്കിൽ രാജസ്ഥാൻ റോയൽസിന്റെ സ്കോർ 300 കടന്നേനെ. ആ ഒരു രീതിയായിരുന്നു. അവസാനത്തെ 5 ഓവറിൽ ഏകദേശം 37 റൺസ് മാത്രം മറ്റുമാണ് രാജസ്ഥാൻ റോയൽസ് നേടിയത്. അല്ലാത്ത പക്ഷെ സ്കോർ എവിടെ ചെന്ന് നിന്നേരും. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ സൺറൈസേഴ്സ് ഹൈദരാബാദിന് ആദ്യം തന്നെ ജോഫ്ര ആർച്ചറിന്റെ വക പ്രഹരമേറ്റു. അഭിഷേക് ശർമ്മയെ കീപ്പർ ധ്രുവ് ജൂറലിന്റെ കൈകളിൽ എത്തിച്ച് അദ്ദേഹം വിക്കറ്റ് വീഴും. പിന്നീട് വന്ന ഇഷാൻ കിഷൻ മാരക ഫോമില്, മാരക പൊട്ടിയില്, 3 സിക്സും 3 ഫോറും. അദ്ദേഹം അപ്പുറത്ത് നിൽക്കുന്ന ഹെഡാണ്, അടിച്ചിട്ടേ പോകുള്ളൂ എന്നൊരു കണക്കി വന്നു. അവിടെയും അടി മേടിച്ചത് ആർച്ചറാണ്. പക്ഷേ അടി കിട്ടിയ പന്തുകളെല്ലാം 150-148 കിലോമീറ്റർ സ്പീഡിലായിരുന്നു. അവസാനം 150 കിലോമീറ്റർ സ്പീഡിലുള്ള ഒരു പന്തിൽ ഇഷാൻ കിഷനെ വീഴ്ചു. പിന്നീട് ട്രാവിസ് ഹെഡിന്റെ കുറ്റി തെറിപ്പിച്ചതിന് ശേഷം, ആർച്ചറിന്റെ ബോളിൽ കുറ്റി തെറിച്ചതിന് ശേഷം പന്ത് പോയത് ബൗണ്ടറിയിലേക്കാണ്. പന്ത് എന്താ പറയുന്നത്, 6 പോയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു. കാരണം സ്റ്റമ്പെ കൊണ്ടിട്ട് പൊങ്ങി 6 പോകുന്ന ഒരു സാഹചര്യം പണ്ട് ആർച്ചർ വേൾഡ് കപ്പില് ബംഗ്ലാദേശിന്റെ ഒരു പ്ലെയറുടെ വിക്കറ്റ് എടുത്തതിന് ശേഷം പന്ത് പൊങ്ങി 6 ബൗണ്ടറിക്ക് അപ്പുറം പോയൊരു കഥയൊക്കെ ഉണ്ട്. അതുപോലെ അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഒരു പന്തായിരുന്നത്. എന്തായാലും കിടിലൻ പ്രകടനമായിരുന്നു രാജസ്ഥാൻ റോയൽസിൻ്റെത്. പിന്നീട് വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ് എന്നിവർ പോയി കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും വിശ്വസനായ ഒരു ബാറ്റ്സ്മാൻ ഇഷാൻ കിഷൻ ഉണ്ടെങ്കിലും നമുക്ക് ഹെൻറിഷ് ക്ലാസനാണ്. ക്ലാസന്റെ വിക്കറ്റ് എന്താ പറയുക, യാഷ്രാജ് പുഞ്ച എന്ന് പറയുന്ന ഒരു യുവ താരം എടുത്തു. അതായത് ക്ലാസൻ റിവേഴ്സ് സ്വീപ്പിന് ശ്രമിച്ച് പുഞ്ചയുടെ ബോളിൽ LBW ആയിട്ട് ഔട്ടായി പോവുമായിരുന്നു. അതോടുകൂടി പ്രതീക്ഷ അവസാനിച്ച സൺറൈസേഴ്സ് ഹൈദരാബാദിനെ വീണ്ടും സലീൽ അറോറ, പിന്നെ അതുപോലെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡി എന്നീ പ്ലേയേഴ്സ് നല്ല രീതിയിൽ രണ്ടുപേരും ബാറ്റ് ചെയ്തു. അപ്പോൾ വീണ്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നു. വിക്കറ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ സൺറൈസേഴ്സിന് മറികടക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ കൃത്യമായ ഇടവേളകളിൽ രാജസ്ഥാൻ റോയൽസ് വിക്കറ്റുകൾ വീഴ്ച് സൺറൈസേഴ്സിനെ ഒതുക്കിക്കളഞ്ഞു. അതായിരുന്നു അവസ്ഥ.
അവസാനം 195 റൺസ് എന്ന ഒരു സ്കോറിൽ സൺറൈസേഴ്സ് വീഴുകയായിരുന്നു. കിടിലം ബാറ്റ്സ്മാൻമാരൊക്കെ ഉള്ള ഒരു ടീമാണ് സൺറൈസേഴ്സ്. എല്ലാ ടീമിലും നല്ല ബാറ്റ്സ്മാൻമാരുണ്ടെങ്കിലും ഏത് ടീമിനെ വേണമെങ്കിലും എത്ര കൊലകൊമ്പ സ്കോർ വന്നാലും അത് ചേസ് ചെയ്ത് പിടിക്കാൻ കഴിവുണ്ടെന്ന് തെളിയിച്ചിട്ടുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദിന് ആ ഒരു രീതിയിൽ വേഗത്തിൽ പൊക്കോണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇടവേളകളിൽ കുഴി വീഴുന്ന പോലെ വിക്കറ്റുകൾ വീണു. അങ്ങനെയാണ് കാര്യങ്ങൾക്കൊരു തീരുമാനമായത്. അവിടെയും ഈ ജോഫ്ര ആർച്ചർ എന്നൊരു പ്ലെയറിനെ കുറിച്ച് പറയണം. നമുക്ക് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി മരിച്ചു കിടന്ന് പണി കിടക്കുന്ന ഒരു പ്ലെയറാണ്. കഴിഞ്ഞ കളിയിൽ ബാറ്റിങ്ങിൽ ഒരു സ്ഫോടനം നടത്തി വിക്കറ്റുകൾ വീഴ്ത്തി. വീണ്ടും ഈ കളിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ബാറ്റിങ്ങിലല്ല ബോളിങ്, ഫീൽഡിങ് എന്നീ മേഖലകളിൽ മികച്ചു നിന്നു. ആ ഒരു പ്ലെയറിനെ എപ്പോഴും രാജസ്ഥാൻ റോയൽസ് കീപ്പ് ചെയ്യുന്നതിന് ഒരു കാര്യം, ഒരു വിശ്വാസമാണ്. ആ വിശ്വാസം ജോഫ്ര ആർച്ചർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്നത് പോലെ ഒരു പരിക്കും കാര്യമൊക്കെ വന്ന് ടീമിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു സാഹചര്യങ്ങൾ, ഇംഗ്ലണ്ട് ടീമിൽ നിന്ന് തന്നെ മാറേണ്ട സാഹചര്യം വന്നായിരുന്നു. പിന്നീട് തിരിച്ചു വന്ന് കളിച്ച് കയറി വീണ്ടും രാജസ്ഥാനിൽ വന്നു. അപ്പോൾ എന്തായാലും വൈഭവ് സൂര്യവംശി എന്നൊരു ആർച്ചറിന്റെ കാര്യം പറഞ്ഞ് തീർന്ന് പെട്ടെന്ന് കട്ട് ഓഫ് ചെയ്ത് കയറിപ്പോകുന്നതാണ്. വൈഭവ് സൂര്യവംശി എന്നൊരു പ്ലെയറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 15ാമത്തെ വയസ്സിൽ അവൻ ഈ തകർപ്പൻ കളി കളിക്കണമെങ്കിൽ അവൻ്റെ മാതാപിതാക്കളും അവൻ്റെ സഹോദരങ്ങളും അവന് കൊടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. കാരണം ഈ ഒരു പ്രായത്തിൽ 15ാമത്തെ വയസ്സിൽ നമ്മൾ മടൽ വെട്ടി ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ നമ്മുടെ കാരണവന്മാർ കയറിപ്പോടാ വീട്ടിൽ പോയിരുന്ന് പഠിക്കടാ എന്ന് പറയുന്ന സാഹചര്യത്തിൽ വൈഭവ് സൂര്യവംശിക്ക് ബാറ്റും ബോളും ആയിട്ട് പിന്തുണ കൊടുത്ത അവരുടെ കാരണവന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ കോടിക്കണക്കിന് രൂപയാണ് അവരുടെ മകൻ്റെ കയ്യിൽ നിന്ന്, അതായത് ആ മാതാപിതാക്കളുടെ മകന് ഇന്ന് സമ്പാദിക്കുന്നത്. അപ്പോൾ എന്തായാലും അഭിമാനിക്കാം രാജസ്ഥാൻ റോയൽസിന് ഇങ്ങനെ ഒരു പ്ലെയറിനെ കിട്ടിയതിനും. അണ്ടർ-19 വേൾഡ് കപ്പിലൊക്കെയാണ് തകർപ്പൻ പ്രകടനമാണ് അദ്ദേഹം ചെയ്യുന്നത്. അതായത് ഏറ്റവും കൂടുതൽ രസകരമായ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത്തവണത്തെ IPL അദ്ദേഹം കുറച്ച് റെക്കോർഡുകളൊക്കെ നേടിയിട്ടുണ്ട്. ക്രിസ് ഗെയിലിന്റെ 60 എന്നുള്ളൊരു കണക്ക് 65 ആയിട്ട് വൈഭവ് സൂര്യവംശി നേടിയിട്ടുണ്ട്. അങ്ങനെ കുറെ റെക്കോർഡുകൾ സ്ട്രൈക്ക് റേറ്റിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഒരു പ്ലേ ഓഫ് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ 6 നേടുന്ന താരം, അങ്ങനെ കുറെ അധികം റെക്കോർഡുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. അപ്പം ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെ ഒരു കളി കളിക്കുന്ന അദ്ദേഹം മുന്നോട്ടും നല്ല രീതിയിൽ കളിക്കട്ടെ. ഒരു അൺക്യാപ്ഡ് പ്ലെയർ നേടുന്ന ഏറ്റവും കൂടുതൽ റൺസ് IPL അത് ഇദ്ദേഹത്തിന്റെ പേരിലാണ്. ലോകോത്തര ബാറ്റ്സ്മാൻമാരെ എല്ലാം പിന്നിലാക്കിയാണ് വൈഭവ് സൂര്യവംശിയുടെ ഈ ഒരു നേട്ടമെന്നും കൂടി ആലോചിക്കണം. അപ്പം എന്തായാലും രാജസ്ഥാൻ റോയൽസ് ഇനി മുട്ടാൻ പോകുന്നത് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയാണ്. അപ്പം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഗുജറാത്ത് മത്സരം നടന്നതിന് ശേഷം ബാംഗ്ലൂർ ഗുജറാത്തിനെ തോൽപ്പിച്ച് ഫൈനലിൽ കയറിയിട്ടുണ്ട്. ഇനി അടുത്ത മത്സരത്തിൽ അറിയാം ആരാണ് ഫൈനലിൽ ബാംഗ്ലൂരുമായിട്ട് മുട്ടാൻ പോകുന്നത്. ഗുജറാത്ത് ടൈറ്റൻസ് എന്ന് പറയുന്ന വമ്പൻ ടീമാണ്. ആ ടീമുമായിട്ട് നല്ല രീതിയിൽ മാച്ച് ചെയ്താലേ ഉള്ളൂ നമുക്ക് ഈ പറയുന്ന പോലെ രാജസ്ഥാന് ജയിക്കാൻ പറ്റുള്ളൂ. എന്തായാലും കാത്തിരുന്ന് കാണാം വരും ദിവസങ്ങളിലെ മത്സരങ്ങളിൽ. അല്ലെങ്കിൽ ഇനി വരും ദിവസങ്ങളിലെ മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ 2 മത്സരങ്ങളെ ഇനിയുള്ളൂ. ഒരു എലിമിനേറ്റർ മത്സരം കൂടി, അതിനുശേഷം ഒരു ഫൈനൽ. ഏതായാലും അതിമനോഹരമായ ഒരു മത്സരത്തിൽ സാക്ഷിയാകാൻ നമുക്ക് പറ്റും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. വൈഭവ് സൂര്യവംശി എന്നൊരു പ്ലെയർ വരുന്ന IPL അതായത് വരുന്ന മത്സരങ്ങളിൽ ഇനി ലേലത്തിന് വെക്കുകയാണെങ്കിൽ എത്ര രൂപയ്ക്ക് അല്ലെങ്കിൽ എത്ര കോടി രൂപയ്ക്കാണ് അദ്ദേഹം ഏത് ടീമിലായിരിക്കും, രാജസ്ഥാനിനെ കീപ്പ് ചെയ്യുമായിരിക്കും എങ്കിലും എത്ര രൂപ വരെ വിളി വരുമെന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഒരു തീപാറുന്ന മത്സരം തന്നെയായിരുന്നു ഇന്നത്തെ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരം.